വീടിങ്ങനെ ഒരു മാറണം എന്നുള്ളൊരു പ്ലാനിൽ ഉണ്ടായ ടൈമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ വി5 ഡെവലപ്പേഴ്സിൻ്റെ കാണുന്നത്. അതിനുശേഷം നമ്മൾ വിലാട്ടിനെ വിളിച്ചു. അവർ ആദ്യം വന്നു. റിനോവേറ്റ് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വീടിൻ്റെ അന്നേരത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് റിനോവേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് അങ്ങ് മൂവ് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞാനും ബ്രദറും കൂടി അത് ഡിസ്കസ് ചെയ്ത് വീട്ടുകാരെല്ലാം ഒന്നെത്തിയിട്ട് പിന്നെ നമ്മൾ വിപിലാടിനെ വീണ്ടും വിളിച്ചു. ഒരു സർവേ പോലെയെല്ലാം എടുത്തു, എല്ലാം ഓക്കെ ആക്കി. ഇപ്പം ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് തൃപ്തികരമായി പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാതെ വീടാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം പിന്നെ പണിയൊക്കെ ആൾക്കാർ എല്ലാവരും കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ആരാ നിങ്ങളുടെ വീട്ടിൻ്റെ ആൾക്കാർ ആരെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല തൃപ്തിയാണ്, ഇങ്ങനൊരു വീട്ടിൽ നിൽക്കാൻ പറ്റിയതിന് നല്ല തൃപ്തിയാണ്. എനിക്ക് തോന്നുന്നു കോളേജ് പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു വീട് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും പോയാൽ അവർ 3D അങ്ങനെയൊന്നും തന്നിട്ടുണ്ടായിട്ടില്ല. ജസ്റ്റ് ഓക്കെ അവർ വന്ന് നോക്കും, ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറയും പോകും എന്നല്ലാണ്ട് അതിനെ പിന്നെ ഫീഡ്ബാക്ക് ചോദിക്കാനോ അങ്ങനെയൊന്നും വിളിക്കാറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അക്ഷയ് ഇങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ വന്നിട്ടുണ്ടായത്. ഇതിലായിട്ട് വന്നപ്പോൾ എനിക്ക് ആ സംസാരം ഇതൊക്കെ തന്നെ അവിടെ നിന്ന് തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായി. അത്യാവശ്യം വീട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എന്താ പറയുക മഴയും ഇതൊക്കെ കാരണം കുറച്ച് വൈകിയെങ്കിലും കുറ്റിയടിക്ക് ശേഷം എനിക്കങ്ങനെ ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. കംപ്ലീറ്റ്ലി ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായി. പിന്നെ ഏത് സമയത്തായാലും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഇവിടെ സൂപ്പർവൈസർ ഉണ്ടാവുമായിരുന്നു. ഡെയിലി നമുക്ക് അപ്ഡേറ്റ്സ് തരുമായിരുന്നു എല്ലാവരും. പിന്നെ എന്തുണ്ടെങ്കിലും ഒരു ബ്രദറിനെ പോലെ വിലേട്ടനായാലും ആരായാലും ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന ആരായാലും നമുക്ക് അതൊരു ഇതിൽ തന്നെ പോയിട്ടുണ്ടായി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും എന്നോടിപ്പോൾ ചോദിക്കാറുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല രീതിയിൽ അവരെടുത്തതിൽ നല്ലൊരു കാര്യം നല്ല രീതിയിലെല്ലാം പറയാറുണ്ട്. പിന്നെ അതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് മൊത്തത്തിൽ. താങ്ക് യു.